അങ്ങനെ നമ്മൾ ഓടി ഓടി അമ്പലത്തിന്റെ ഫ്രണ്ടിലെത്തി. ഇഷ്ടമല്ലേ അത്രയും മുകളിൽ നിങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങി വന്ന മൂന്നാമത്തെ കിടക്കുന്നതാണ് മതിലേക്കരയുടെ, അതായത് നമ്മുടെ കരയുടെ കുതിര. എന്താണ് പരിപാടി? അതെ, ഇന്നിവിടെ ഉത്സവമാണ്. അപ്പം രാവിലെ അങ്ങ് വ്ലോഗ് തുടങ്ങാം എന്ന് വിചാരിച്ചു അല്ലേ? നല്ല വെട്ടം വെളിയിൽ നിന്ന് അടിച്ച് കയറുന്നുണ്ട്. പിന്നെ നേരെ കാണാൻ പോലും പറ്റുന്നില്ലല്ലോ വെച്ചു. ഓക്കെ, ഇപ്പൊ കാണാം. നിങ്ങൾ സ്വാഗതം. ഒരാള് ചായ ഇട്ടുകൊണ്ട് തന്നു, പക്ഷെ ഒരു അബദ്ധം പറ്റി. അതെന്താന്നറിയാം, എനിക്ക് മധുരം കുറച്ച് മതി എന്ന് പറഞ്ഞില്ലേ, അത് എനിക്ക് പഞ്ചസാര ഇടാൻ മറന്നു. എനിക്ക് മധുരം കുറച്ച് മതി എന്നാണ് പറഞ്ഞത്. എനിക്ക് മധുരം കുറച്ച് കഴിക്കുന്നു. ഈയിടെ മൊത്തം വിത്തൗട്ടാണല്ലോ. ആര്യാസ് ചെന്ന് മധുരമുള്ള ചായ ചോദിച്ചപ്പോഴും വിത്തൗട്ടാണ് കിട്ടിയത്. എനിക്ക് മധുരമുള്ള ചായ, പക്ഷെ ഒരുപാട് മധുരം ഇല്ലായിരുന്നു, കുറച്ച് മധുരമായിരുന്നു. എനിക്കെന്തോ ചായക്കകത്ത് മധുരം ഓവറായിട്ടിട്ട് കുടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. കുറച്ച് മധുരം ഇട്ട് കുടിക്കുന്നത് ഇഷ്ടം അല്ലേ? അതല്ലേ ഒരു ടേസ്റ്റ്. നോക്കട്ടെ, ഇനി ഞാൻ എൻ്റെ സ്പൂൺ താ. ചായയിലും മധുരമില്ല, പക്ഷേ ഏലക്കയുണ്ട്. വേണ്ട, എവിടെ ഏലക്ക? വേണ്ട, ഏലക്ക ഇട്ട് കുടിക്കുന്ന ഒരു വെറുപ്പില്ല. അടിയിരിക്കുന്ന ബുക്ക്ലെറ്റ് കണ്ടോ? ഇത് അതിൽ ഡേറ്റ് നോക്കേ, ഡേറ്റ് ഉണ്ടോടാ? ഉത്സവം ഇന്നാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഉത്സവം. അപ്പോൾ ഇന്ന് നമുക്ക് ഉത്സവ വ്ളോഗും കൂടിയാണ് അല്ലേ അച്ചു? ഇന്നാണ് ഉത്സവം, അതുകൊണ്ട് ഉത്സവത്തിൻ്റെ കാര്യങ്ങളൊക്കെ, ഉത്സവത്തിന് വേണ്ടിയിട്ടുള്ള ഫുഡ് ഇന്ന് സ്പെഷ്യൽ ഫുഡാണ്. ഇന്ന് സദ്യ അല്ലേ? സദ്യയാണ്. വലിയ സദ്യന്ന് നമ്മൾ ഒരുപാട് ഐറ്റം ഒന്നും ഇല്ല, മിനി സദ്യ. അത് തന്നെ, ഹൈബ്രിഡ് സദ്യ എന്നാണ് പറയല്ലേ. അതെ, വേസ്റ്റ് ആക്കുന്ന പരിപാടി ഇല്ല നമുക്ക്. അപ്പോൾ ഇനിയിപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് വേറൊരു സംഭവമുണ്ട്. കുതിര നമ്മുടെ ഇവിടുത്തെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത. അത് പറഞ്ഞുകൂടച്ചു, അതെന്തോന്നു? വള്ളത്തിലെ കുതിര, തേവള്ളി കുതിര. അത് വള്ളത്തിലാണ് കൊണ്ടുവരുന്നത്. നല്ല അടിപൊളി അപ്പമാട്ടോ രാവിലെ കഴിക്കാൻ. ഇഷ്ടമല്ലേ? എനിക്ക് സൈഡ് ഇങ്ങനെ നല്ല ഈ സൈഡ് നല്ല രീതിയിൽ മുരിഞ്ഞു വരണം. ഇത് കുറവാണെങ്കിലും എനിക്ക് വിഷയമുള്ള കാര്യമല്ല, പക്ഷേ സൈഡ് മുരിവ് വേണം. അപ്പം രാവിലെ അപ്പവും കടലയാണ് കഴിക്കാൻ. അപ്പം ഇനി രാവിലെ കുറച്ച് ദിവസമായില്ലേ നമ്മൾ ഇട്ടിട്ട് വ്ളോഗ് ഇട്ടിട്ട്? മാസങ്ങളായി നമ്മൾ വ്ളോഗ് ഇടുന്നില്ല. ഇതിനിടയ്ക്ക് നമുക്ക് കുറച്ച് ദിവസം ഒരു പണി കിട്ടി അല്ലേ? അത് കഴിച്ചിട്ട് ഒന്ന് പറഞ്ഞുതരാം. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ കഴിച്ച് ഇരുന്നിട്ട് കാണാം. ഓക്കെ. പുറത്തുനിന്ന് അപ്പം കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു വായ്ക്ക് വെള്ളത്തിലായിരുന്നു, മനം മറിച്ചു പോയല്ലേ? കഴിച്ചിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുന്നില്ലായിരുന്നു, മൊത്തത്തിൽ അങ്ങോട്ട് ഇറങ്ങുന്നില്ല. വെള്ളം കുടിക്കേണ്ടി വന്നു. എനിക്ക് എന്തോ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം ഒരു ടേസ്റ്റ് ഇല്ല, നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന കണക്കാവത്തില്ല. എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് പുറത്തുനിന്ന് മേടിച്ച് കഴിച്ചത്. പക്ഷെ അത് ഭയങ്കര ബുദ്ധിമുട്ടായി എനിക്ക്. ആ സമയം നമ്മൾ ചപ്പാത്തി മേടിച്ച് കഴിച്ചാലും എനിക്ക് അത്ര ഇത് വരത്തില്ല അല്ലേ? ചില സമയത്ത് പുറത്തുനിന്ന് ദോശ മേടിച്ച് കഴിച്ചാലും ഇഷ്ടപ്പെടത്തില്ല, ചിലയിടത്തുനിന്ന് കഴിച്ചാൽ ഇഷ്ടപ്പെടും. പക്ഷെ എന്തായാലും വീട്ടിലാണ് തന്നെ നമുക്ക് ഫേവറേറ്റ്. പിന്നെ ഉത്സവമായിട്ട് അപ്പവും കടലയും രാവിലെ ഉത്സവമായോണ്ടല്ല, അല്ലെങ്കിൽ നമ്മളിവിടെ ഇടയ്ക്കിടയ്ക്ക് അപ്പവും കടലയും ഉണ്ടാക്കാറുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനങ്ങളിൽ ഒരെണ്ണമായിരുന്നു അപ്പം. ഉച്ചയിലോട്ട് അപ്പം ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് അറിയത്തില്ല, അപ്പം ഭയങ്കര. പിന്നെ ഉപ്പുമാവ്, അപ്പം, പിന്നെന്തോ പൊറോട്ട. ഏറ്റവും ഇഷ്ടം പൊറോട്ട. രാവിലെ ഉച്ചക്ക് രാത്രിയും പൊറോട്ട ഒഴിച്ച് കൊടുത്താൽ ഇരുന്ന് കഴിച്ചോളൂ. അതാകുമ്പോൾ ഒരു തവണ റീചാർജ് ചെയ്താൽ പിന്നെ നമുക്ക് റീചാർജ് ചെയ്യണ്ട, പൊക്കോളും, വണ്ടി ഓടിക്കോളും. ഇപ്പോൾ രാവിലെ ഇപ്പോൾ ഒരു 11 മണിക്ക് നമുക്ക് റീചാർജ് ചെയ്യുന്ന വെച്ചാൽ പൊറോട്ട. പിന്നെ നമുക്കൊരു വൈകുന്നേരം കഴിഞ്ഞാൽ രാത്രിയിലൊക്കെ ആകുമ്പോഴേ നമുക്ക് പിന്നെ വിശക്കത്തും. അപ്പോൾ എന്തായാലും കഴിച്ചിട്ട് കാണാം. പക്ഷെ ആ ഒരു കാര്യം ആരും അംഗീകരിക്കരുത്, അത് ഭയങ്കര ശരീരത്തിന് ഭയങ്കര കേടാ. കഴിച്ചിട്ടാണോ? ഒരു ടാറ്റ കൊടുക്കൂ. കൊച്ചുള്ളി അരിയാൻ വേണ്ടി പുതിയൊരു ഐഡിയ കണ്ടുപിടിച്ചു. എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് ഭയങ്കര നൈസായിട്ടായി നിൽക്കുന്നത്. ഇത് കണ്ടോ, നമ്മുടെ മറ്റേ ഏത്തക്കയൊക്കെ
ചിപ്സിനൊക്കെ പൊരിക്കാൻ വേണ്ടി അരിയുന്ന സംഭവമില്ലേ, അത് വെച്ചിട്ടാട്ടോ ഇതും നല്ല അടിപൊളിയായിട്ട് അരിഞ്ഞെടുത്ത്. അങ്ങനെ നമ്മുടെ എന്താണ് ഉത്സവത്തിന്റെ സദ്യ എന്ന് പറയാൻ പറ്റത്തില്ല, മിനി സദ്യ. പരിപ്പുണ്ട്, പപ്പടമുണ്ട്, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, പിന്നെ അച്ചാറ്, പിന്നെ നമ്മള് സാലഡ് വെച്ചു. അതെ, അത്രേ ഉള്ളൂ. കുഞ്ഞൊരു സംഭവം, വളരെ കുഞ്ഞായിട്ട് നമ്മുടെ ഉത്സവം. പായസമുണ്ട്. ഉത്സവല്ലേ, അതുകൊണ്ട് ഒരു ഇതിൽ. പിന്നെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് ഈ പരിപ്പും അതിൻ്റെ കൂടെ കുറച്ച് നെയ്യ് ഒഴിക്കണമായിരുന്നല്ലേ? അതെ. അയ്യോ മറന്നു. പരിപ്പ്, അതിൻ്റെ കൂടെ പപ്പടം, ഒരു പീസ് പപ്പടം. വെള്ളം കുടിച്ചു. പപ്പടം പിന്നെ കുഴച്ചിട്ട് ആദ്യം നമ്മൾ ഇത് രണ്ടുമായിട്ട്, എൻ്റെ മോനെ ഇങ്ങനെ കഴിക്കണം. ഇതൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. എവിടെ വെച്ചാലും പിന്നെ നമ്മൾ ലിമിറ്റ് ചെയ്തല്ലേ കഴിക്കുകയുള്ളൂ. പിന്നെ ഞാൻ പറയാം, എന്തിനാ ബുദ്ധിമുട്ടുന്നത്, ഇതുപോലെ നമുക്ക് വന്ന് കഴിക്കാം. സിമ്പിളായിട്ട്. അതുമല്ല, സമയമില്ല, അതാണ് മെയിൻ. കഴിച്ചിട്ട് നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഒരു കുതിര, അത് പറഞ്ഞു കൊടുത്തില്ല ചു, ഒരു കുതിരയുടെ കാര്യം. തേവള്ളി കുതിര കായലിൽ കൂടെ വരുന്നത്. നമ്മുടെ ഇവിടെ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു സ്പെഷ്യൽ. അതെ, അപ്പൊ നമ്മള് തേവള്ളി കുതിരയെ കായലിൽ കൂടെ കൊണ്ടുവരുന്നത് കാണാനായിട്ട് പോകും. കഴിഞ്ഞ തവണയും പോയായിരുന്നു, പക്ഷെ അതിന്റെ വീഡിയോ കണ്ടിട്ടില്ല. കഴിഞ്ഞ തവണ പോയി നമ്മള് അടിപൊളിയായിട്ട് വീഡിയോ ഒക്കെ എടുത്തു, പക്ഷെ ഇട്ടില്ല നമ്മള്. ഇടാം, കുഞ്ഞു വീഡിയോ ആയിരിക്കും. അപ്പൊ ഇനി കഴിച്ചിട്ട് കാണാം. ഇതാണ് നമ്മുടെ തേവള്ളി കുതിര. ഒരു എന്ത് പറയുന്നത്, ഒരു സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് വെക്കൊണ്ടിരിക്കുക കേട്ടാ കാണാൻ വേണ്ടി. അത്രയും മുകളിൽ നിങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങി വന്ന. അച്ഛൻ്റെ മൈക്ക് ഇതാന്ന് തോന്നുന്നു. മ്യൂട്ട് മാറ്റിയാലേ കാണാം. കേൾക്കാൻ പറ്റും. മാറി മ്യൂട്ട് മാറി. അങ്ങനെ നോക്കി നമ്മൾ കിട്ടി അല്ലേ? കുറച്ച് ദൂരം ഫ്രണ്ടിൽ കൂടെ വരും നമ്മുടെ. എന്നാലും അതോടെ പിന്നെ ഞങ്ങള് ഇവിടെ വന്നു. കുറെ നേരമായിട്ടുള്ള കാത്തുനിൽപ്പ അല്ലേ? എത്തിയില്ല. ഞങ്ങൾ ഇവിടെ ഇറങ്ങുന്നുണ്ടോട്ട് പോയതാ. എന്നിട്ട് കൊണ്ടുപോകും. ഒപ്പല്ലേ കഴിഞ്ഞ പ്രാവശ്യം കാട്ടിൽ അമ്മയുടെ അവിടുത്തെ ജങ്കാരം ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്രാവശ്യം വേറൊരു ബോട്ടിൽ കെട്ടി മനുഷ്യനുണ്ട്. ഇത് കാണാൻ വേണ്ടിയിട്ട് ഹൗസ് ബോട്ടിലൊക്കെ ആൾക്കാർ ഇത് കാണാൻ വേണ്ടിയിട്ടാണ്. കാണാൻ പറ്റുമോ? ഉപ്പനിരുന്ന് കറക്കുന്നു കണ്ടോ? അതാണ് ഈ ഒരു കുതിരയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഏതാ? മുകളിൽ ഇരുന്ന് ഇങ്ങനെ കറക്കുന്നത്. ഇതിന് കറങ്ങി നേരെ അമ്പലത്തിന് അച്ചു ഇവിടെ ഇരിക്കുമായിരുന്നു. കണ്ടാ അച്ചു? കണ്ട പക്ഷെ ഭയങ്കര വെയിലല്ലേ? അതെ, കഴിഞ്ഞ തവണ നമ്മള് തേവള്ളിയില് ചങ്ങാടത്തിൽ കേറ്റുന്ന അവിടെ പോയി നമ്മൾ കണ്ട്, അടിപൊളിയായിരുന്നു. പക്ഷെ നമുക്ക് ആ വീഡിയോ ഇടാൻ പറ്റിയില്ല കഴിഞ്ഞ വർഷം. പക്ഷെ ഇപ്രാവശ്യം അടിപൊളിയായിട്ട്, അതിലും അടിപൊളിയായിട്ടുണ്ട്. ആ കഴിഞ്ഞ തവണ നമ്മൾ അത് അവിടെ പോയി കണ്ടിട്ട് ഇവിടെ വന്ന് വന്നതേ ഈ സ്റ്റെപ്പിൽ കൂടെ ഇതിന് മുട്ടി തിരിച്ചു കയറണം. ശരി കെട്ടിക്ക, നല്ല കുത്തനെ കിടക്കുക.
സൂക്ഷിച്ച് കയറിയില്ലേ പണി കിട്ടും. മുകളിലോട്ട് എത്തിക്കൊണ്ടിരിക്കുക. കണ്ടോ താഴ്ച ഉണ്ട്, നല്ല താഴ്ചയുണ്ട് താഴോട്ടല്ലേ. അച്ചു നമ്മൾ ഒരുപാട് താഴെ പോയില്ലേ? അതെ, നല്ല താഴെ പോയി. പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ ബ്ലോക്ക് പോയി. ഫുള്ള് ബ്ലോക്ക് ഉണ്ട്. ആൾക്കാരെല്ലാം കാണാനായിട്ട് ഇവിടെ വന്നതാ, എല്ലാരും കാണാൻ വേണ്ടി വന്നതാ. അതിന്റെ ബ്ലോക്കാ. അപ്പൊ ഇനി നിൽക്കാൻ വയ്യ, വെയില് കാരണം സഹിക്കാൻ വയ്യ അല്ലേ? നമുക്ക് പോവാലോ, വെയില് സഹിക്കാൻ വയ്യ. പോ, ഇറങ്ങാൻ പറ്റില്ല, ഇച്ചിരി കഴിഞ്ഞ് ഇറങ്ങാവേ. തേവള്ളി കുതിര കാണാൻ വന്നിട്ട് പോകുന്നവരുടെ തിരക്കാണിത്. ഭയങ്കര ബ്ലോക്ക് കേട്ടോ. ആക്ച്വലി നമ്മൾ ക്രോസ് ചെയ്യാൻ വേണ്ടി ഭയങ്കര ബ്ലോക്ക് ആയി പോയില്ലേ? അതെ, ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു. നല്ല ബ്ലോക്ക് ആയി. എനിക്കൊന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയതിനു ശേഷം ഇത്രയെങ്കിലും കാറ്റ് കിട്ടുന്നത്. എന്തായാലും ഭയങ്കര ചൂടല്ലേ, ഭയങ്കര ചൂടായതുകൊണ്ട് ഈ തവണയും നമ്മള് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഈ തവണ നമ്മള് കാണാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ലായിരുന്നു. ഉറപ്പൊന്നും ഇല്ലായിരുന്നു. തിരിച്ചു പിടിച്ചെടുത്തേ. അയ്യോ ഇത്തവണ ഈ തവണയും കാണാൻ പറ്റുമെന്ന് വിചാരിച്ചത്. പക്ഷെ നമ്മൾ അടിപൊളിയായിട്ട് കണ്ടു. നമ്മൾ ആദ്യം നമ്മുടെ ലിങ്ക് റോഡ് ഓപ്പൺ ചെയ്ത് കൊടുത്തല്ലേ, പെട്ടെന്ന് ഓപ്പൺ ചെയ്തു. നമ്മൾ ഇന്നലെയാണ് അറിഞ്ഞത്. അത് കാരണം നമ്മൾ ഇന്ന് അതുവഴി തന്നെ പോയത്. മാടനട വരെ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് തേവള്ളി കുതിര അവിടെ നിന്ന് ഇറങ്ങുന്നതേ ഉള്ളൂ. കാണാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ പിന്നെ വേഗം ഞങ്ങൾ ഓടി പള്ളിയുടെ അടുത്ത് താഴെ പോയി നിന്നല്ലേ, ഒരു വീടിന്റെ ഫ്രണ്ടില്, അറിയാവുന്ന വീടിന്റെ ഫ്രണ്ടില് പോയി നിന്നു. അടിപൊളിയായിട്ട് നമ്മൾ കാണുകയും ചെയ്തു. അവിടെ നിന്നാ അടിപൊളിയായിട്ടാണ്, തിക്കണ്ട തിരക്കണ്ട. എങ്കിൽ ശരി, ഞങ്ങൾ ഇനി വീട്ടിൽ എത്തിയിട്ട് കാണാം. ഇപ്പോഴേ ഇവിടെ പാത്രമൊക്കെ കഴുകി വെക്കാനായിട്ട് വന്നതാ. എല്ലാം കഴിഞ്ഞിട്ട് വൈകിട്ട് എല്ലാം ഒതുക്കി പറക്കാനായിട്ട് വന്ന ഒരാളെ കാണുന്നില്ല. അങ്ങനെ നോക്കി വന്നപ്പോ ഉണ്ടാതാ കഴിച്ചോ, അപ്പൊ ഇനി കുറ്റം പറയത്തില്ലല്ലേ. ഇങ്ങനെ കഴിച്ച നല്ല ടേസ്റ്റാ. ഈ ചോറിന് ഭയങ്കര ടേസ്റ്റ് ആട്ടോ. നമ്മളിവിടെ മീൻകറി വെക്കുമ്പോഴും ഞാൻ എടുത്തറിയാം, അമ്മ ചട്ടി വെച്ചേക്കണേ, അതിനകത്ത് ശകലം ചോറും ഇട്ട് മീനുമായിട്ട് വരട്ടി കഴിക്കണം. ഇപ്പൊ ഇത് ചിക്കൻ കറി, അതിൽ നമ്മൾ ചോറും ഇട്ട് കുറച്ച് ചിക്കൻ കറിയും ചിക്കനും ഇട്ട് അത് കഴിക്കുന്നു. അടിപൊളി ടേസ്റ്റാ. അത് അല്ലെങ്കിൽ ചിക്കൻ കറി നമ്മൾ ഈ ഇതിനകത്ത് വെക്കുമ്പോൾ ഈ ഇരുമ്പ് ചട്ടിക്കകത്ത് വെക്കത്തില്ലേ, അതിനൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അച്ചു? അതെ, നിങ്ങളൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇവിടെ ഞാനും അമ്മ ഇടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്യാറുണ്ട്. അപ്പൊ ഇനി കഴിച്ചിട്ട് അമ്മ അവിടെ നിന്ന് നോക്കുന്നു. അമ്മ ബാക്കിലുണ്ട്, പക്ഷെ അമ്മയ്ക്ക് വീഡിയോയിൽ വരാൻ ഇഷ്ടമല്ല. അങ്ങനെ നമ്മൾ ഇറങ്ങുകയാണ് പോവാനായി. അങ്ങനെ നമ്മള് ഇനി കൂടെ വരുന്ന എടുപ്പുകുതിര കണ്ടിട്ട് നമ്മൾ പിന്നെ ഇപ്പഴാ പോകുന്നത് അല്ലേ? അതെ, ഇപ്പഴാ പോകുന്നത്. സംഭവം ഇവിടെ മഴയൊക്കെ പെയ്യുന്നുണ്ട്. നമ്മള് കുറച്ച് ലേറ്റ് ആയിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു. അത് മാത്രമല്ല, ബൈപ്പാസിന്റെ അവിടെ പോയി നമ്മൾ കാണുന്നത് അല്ലേ? അതെ. അപ്പൊ അത് കാരണം താമസിച്ചിറങ്ങാന്ന് വിചാരിച്ചു. വയലിലോട്ട് ഈ തവണ ഞങ്ങൾ പോയില്ല. കഴിഞ്ഞ വർഷം നമ്മള് വയലിൽ പോയി കണ്ടായിരുന്നു. ഇത്തവണ ഭയങ്കര ചൂടായിരുന്നു. ഇവിടെ ഓറഞ്ച് അലേർട്ട് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മള് മറ്റേ താഴെ പോയി കണ്ടപ്പോ തന്നെ നല്ല ക്ഷീണിച്ചു പോയി. ഓറഞ്ച് അലേർട്ട് കൂടെ ആയതുകൊണ്ടേ ഇവിടെ നല്ല രീതിയിലുള്ള ചൂടുണ്ടായിരുന്നു. അപ്പോഴേ എനിക്ക് അറിയാമായിരുന്നു ഈ പോവാനായിട്ട് നമുക്ക് ഇച്ചിരി ലേറ്റ് ആയിട്ട് പോകുന്നത് നല്ലത്. ഇനി അമ്പലത്തിലെ പാട്ടൊക്കെ വരും, നമുക്ക് അവിടെ പോയതിനു ശേഷം എടുക്കാം അല്ലേ? തേവള്ളി തൊട്ട് അങ്ങ് അമ്പലം വരെ ഫുള്ള് ലൈറ്റുകളുണ്ട്. അതെ, നമ്മുടെ തേവള്ളി പാലം തൊട്ട് അങ്ങ് വരെ ലൈറ്റ് ഉണ്ട്. നമുക്ക് എന്തായാലും ഈ അമ്പലത്തിൽ എത്തിയിട്ട് കാണാം. അമ്പലത്തിലോട്ട് നമ്മൾ പോകുന്നില്ല, കുതിരയൊക്കെ കൊള്ളടുത്ത് പോയിട്ട് കാണാം. ബൈപ്പാസിൽ പോയി. അങ്ങനെ നമ്മൾ കാണാൻ വന്നപ്പോഴത്തേക്ക് എന്ത് കിട്ടി? മഴ, ഭയങ്കര മഴ. നല്ല രീതിയിൽ മഴ പെയ്തോണ്ടിരിക്കുവോ. വിളിക്കുന്നോ വീട്ടിൽ നിന്ന്? മഴ പെയ്തോണ്ട് അമ്മ വീട്ടിൽ നിന്ന് വിളിക്കുന്നു. ഞങ്ങള് ഹലോ ഇവിടം വരെ വന്ന് എത്തിപ്പെട്ടു. പക്ഷെ ഇത്രയും ഇതില് മഴയാണ്. ഇവിടെ ഇപ്പൊ മഴ പിടിച്ചോണ്ടിരിക്കും. മഴ പെയ്തോണ്ടിരിക്കും. നമ്മളിപ്പോ മുകളിൽ നിന്ന് താഴോട്ടുള്ള വീഡിയോ കേട്ടോ എടുക്കുന്നത്. ഇവരിങ്ങനെ നോക്കിക്കാം. ഒരിപ്പോ എടുക്കാൻ പോകും.
നമ്മളിപ്പോ ഈ കുതിര എടുക്കാനായിട്ട് പോവുക കേട്ടോ. കണ്ടോ തോളിലേറ്റുന്നുണ്ടോ? കണ്ടോ? ഇത് കടവൂർക്കരയുടെ അതെ കണ്ടോ അവര് തോളിലെടുത്തുണ്ടോ? ഇത് കണക്ക് 4 സൈഡിലും തോളിലെടുക്കുന്നുണ്ട്. നമ്മളിപ്പോ മുകളിൽ നിന്ന് എടുക്കുന്നുണ്ടോ കേട്ടോ. കണ്ടോ ഇതിപ്പം സർവീസ് റോഡ് വഴിയാണ് ആക്ച്വലി വരുന്നത്. നമ്മളിങ്ങനെ നോക്കുമ്പം കണ്ടോ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. പക്ഷെ താഴെ നോക്കി കണ്ടോ മുകളിൽ കാണിച്ച് മുകളില് പരുന്ത ഇതിന്റെ. പക്ഷെ നമുക്ക് മൊത്തമായിട്ട് എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ താഴെയല്ല നിൽക്കുന്നത്, സർവീസ് റോഡിന്റെ കൂടാണ് പോകുന്നത്. നമ്മൾ നിൽക്കുന്നത് പക്ഷേ മുകളിലാണ് അല്ലേ. ഇനിയിപ്പോ ഇവിടെ നിന്ന് കാണാൻ പറ്റത്തില്ല. ഇവിടെ നിന്നാലേ കാണാൻ വലിയ പാടാണ്. ഞങ്ങളിപ്പോഴേ ഇതിപ്പോ പുതിയ ബൈപ്പാസിന്റെ നമ്മളെ പുതിയ റോഡ് വരുന്നതാ, മേൽപ്പാലം വരുന്നതാ. മേൽപ്പാലം അതെ ഇതിപ്പോ അവിടെ ലിങ്ക് അങ്ങനെ പോണ സംഭവം. അപ്പൊ അതുകൊണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാല് നമുക്ക് കുതിരയുടെ കുറച്ച് ഭാഗം മാത്രമേ കാണാൻ പറ്റൂ. താഴോട്ടുള്ള ഭാഗം കാണാൻ പറ്റത്തില്ല. ഇത് കടവൂരിന്റെ നമ്മുടെ കരയുടെ അത് കണ്ടില്ല. അതേതാ? മതിലിൽ മഴ പെയ്ത് അപ്പൊ അമ്മ വിളിച്ചു ചോദിച്ചു നിങ്ങൾ തിരിച്ചു വരുന്നു ഒന്നല്ലേ. ഇപ്പം ഇത് വയല് വഴി ഇവിടെ വന്നതേ ഉള്ളൂ. കഴിഞ്ഞ വർഷമൊക്കെ ഈ സമയമായപ്പോഴത്തേക്ക് അപ്പുറത്ത് ഇറങ്ങി. ഇപ്രാവശ്യം എന്താ അറിയോ, സർവീസ് റോഡ് കൂടെ കൊണ്ടുവരുന്നു. സർവീസ് റോഡ് ഒരുപാട് ചുറ്റിക്കറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ദൂരം കൂടി. അതെ ഇതിപ്പോ ഒന്നാമത്തെ കുതിര വന്നതേ ഉള്ളൂ അല്ലേ. അതെ മൊത്തം എത്ര കുതിരയുള്ള? 8 കരയുടെ. 8 കരയാണ്. ഇത് ഏത് കരയുടെയാണെന്ന് കണ്ടില്ല. ഡ്രോണൊക്കെ പറക്കുന്നുണ്ട്, നോക്കാം. ഇവിടുന്ന് മൂന്നാമത്തെ കിടക്കുന്നതാണ് മതിലിൽ കരയുടെ, അതായത് നമ്മുടെ കരയുടെ കുതിര. ഇത് ഏത് കരയാ? ഇത് നീരാവിൽ കിടക്കുന്ന നീരാവിൽ കര. അത് കഴിഞ്ഞാൽ തേവള്ളി, അത് കഴിഞ്ഞാൽ മതിലിൽ. അതിന്റെ ബാക്കിൽ ആരാ? കടവൂർ കരയാണ്. കടവൂർ കരയാണ്. നമ്മുടെ ഇവിടെ ഈ അമ്പലത്തിൽ മാത്രല്ലേ ഉള്ളൂ കുതിര വള്ളത്തിൽ വരുന്നത്. അതെ അത് തേവള്ളിക്കരയുടെ കുതിരയാണ് വെള്ളത്തിൽ വരുന്നത്. വേറെ എങ്ങും വള്ളത്തിൽ എടുത്തില്ലല്ലോ. ഇല്ല അതാ നമ്മള് പോയി എടുത്തത്. വേറെ എങ്ങും ഞാനും വേറെ കുതിരയല്ല, വേറെ ഏതൊരു കുതിര ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. എന്തോ ഇലക്ട്രിക് ലൈനിൽ തട്ടി. അത് കാളയാണ്. അത് ഏത് അമ്പലത്തിലാണെന്ന് അറിയില്ല. പക്ഷെ ഇത് ഇച്ചിരി ടാസ്ക്. ഇതിപ്പോ ഭയങ്കര പാടല്ലേ. മറ്റേത് അടുത്തുനിന്ന് തന്നെ അപ്പുറത്തോട്ട് ഇറങ്ങാൻ. അല്ല അത് മാത്രമല്ല, ഇതിപ്പോ ഭയങ്കര കേറ്റമായി. നമ്മളിപ്പോ നിൽക്കുന്നത് നല്ല പൊക്കത്താ. അതെ നമ്മൾ നേരത്തെ വീഡിയോ എടുത്തപ്പോൾ മനസ്സിലാക്കാം. പണി നടക്കുന്നതുകൊണ്ട് ബൈപ്പാസ് പണി തീർന്നാലും ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. എൻട്രി കൂടെ മുമ്പ് എളുപ്പമായിരുന്നു. വയലിൽ കൂടെ നേരെ ക്രോസ് ചെയ്ത് ഇറങ്ങിയാൽ മതി. പക്ഷെ ഇപ്പൊ ഭയങ്കര പാടാ. ഇപ്പൊ സമയം കണ്ട 9 മണിയാവാനായിട്ട് ഇനി 1 മിനിറ്റേ ഉള്ളൂ. കഴിഞ്ഞ ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് അപ്പുറത്ത് നിൽക്കുമായിരുന്നു, അപ്പുറത്ത് എത്തിയായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഒരെണ്ണം പോലും പോയില്ല. അതാ ഇവിടെ നിൽക്കുക. നീ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് താമസിക്കുന്നു തോന്നുന്നു. ഇപ്പോഴാണ് വീഡിയോയിൽ കാണിക്കുന്നത്. അതെ സത്യം പറഞ്ഞുണ്ടല്ലോ, അടുത്ത ഡ്രോൺ വരുന്നു. അപ്പം ഒരുപാട് ഡ്രോണുകളുണ്ട്. കാര്യം എന്താ അറിയോ, ബാക്കിലുള്ള ഇത് കിടിലോ. അതായത് ബാക്കിലായിട്ട് നിരന്ന് കുതിരകൾ നിൽക്കുക. നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷേ ഈ കുതിര നിൽക്കുന്നതിന്റെ അവിടെ നല്ല തിരക്കുണ്ട്. അങ്ങോട്ട് നമ്മൾ പോവാത്ത നല്ല ക്രൗഡുണ്ട്. നമുക്ക് ക്രൗഡിലോട്ട് പോകാനായിട്ട് താല്പര്യമില്ല. നല്ല പൊടിയൊക്കെ ഉണ്ട്. വെറുതെ എന്തിനാ അങ്ങോട്ട് പോണേന്ന് വെച്ചോണ്ട് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തത്. നമ്മുടെ ഫ്രണ്ടിൽ കൂടെ തന്നെ ആയിരിക്കും ഇത് പോകുന്നത്. പിന്നെ കുറച്ച് ദൂരേക്ക് നല്ലതാണ്. സേഫ്റ്റി അവരത് കഷ്ടപ്പെട്ട് എടുക്കുമല്ലേ, അപ്പൊ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാക്കണ്ടല്ലോ. അത് മാത്രമല്ല ഒരു മഴ പെയ്ത് കറക്റ്റ് സമയത്ത് തന്നെ നടക്കുമെന്നാ പറഞ്ഞത്. ആറാട്ട് കുതിരയുടെ അത് എന്തോ നോട്ടീസിലുണ്ടായിരുന്നു. ആറാട്ട് കണ്ട കറക്റ്റ് സമയത്ത് ചെയ്യുന്നു എന്തോ. എനിക്കറിയത്തില്ല കേട്ടോ. അറിയാത്ത കാര്യം നമ്മൾ പറയും. നോട്ടീസിനകത്ത് നോട്ടീസിനകത്താണോ ന്യൂസ് പേപ്പറിലാണോ അറിയത്തില്ല. കറക്റ്റ് സമയത്ത് തന്നെ ആറാട്ട് നടത്തുന്നുണ്ട്. അറിയില്ല, നോ ഐഡിയ. പക്ഷെ ഇങ്ങനെ വരുന്നത് കാരണം ഭയങ്കര പാട്. ഇത് നല്ല പാടാ. കാര്യം എത്ര പേരാന്നറിയോ നിന്ന് എടുക്കുന്നത്. അവിടുന്ന് അങ്ങോട്ട് കേറുന്നില്ല. ആ കുതിര നിങ്ങൾ കാണുമ്പോൾ അറിയാൻ പറ്റും കേട്ടോ. അത് എടുക്കാൻ ഒരുപാട് പേരുണ്ട്. പക്ഷെ ആ സംഭവം അങ്ങോട്ട് കേറാൻ ഭയങ്കര പാടുപെടുന്നുണ്ട്. ആ കൂടി നിൽക്കുന്ന ആൾക്കാരെ മാത്രമല്ല, നേരത്തെ ഒരു വീഡിയോയിൽ കണ്ടില്ലായിരുന്നു. ഒരു കുതിരയുടെ ഒരു 4 സൈഡിലായിട്ടാണ് ആള് നിൽക്കുന്നത്. പിന്നെ അത് കൂടാണ്ട് റോപ്പ് പിടിക്കാനും സൈഡിലൊക്കെ ആളുണ്ട്. ഒരു കുതിര കയറാൻ ഭയങ്കര പാടായിരുന്നു പറയുന്നു. പക്ഷെ എന്റെ ഒരു അഭിപ്രായം വെച്ച് നോക്കുവാണെങ്കിൽ ഇതെല്ലാം കയറാൻ നല്ല പാടാണ്. കാര്യം റോഡ് ഇങ്ങനെ സർവീസ് റോഡ് വഴിയല്ലേ വരുന്നത്. അതിന്റെ ഒരു പാടുണ്ട്, അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഈ കുതിര ഉണ്ടോ, വെട്ടം ഇച്ചിരി കുറവാണ് എങ്കിലും കണ്ടാവും. ഇതിങ്ങനെ വരുന്നുണ്ടോ, അങ്ങനെ അവിടുന്ന് എല്ലാം ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ വരും. ഇങ്ങനെ വന്ന് അവർ മാക്സിമം എവിടെ വരെ കൊണ്ടുവരാൻ പറ്റുമോ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് നേരെ
അവിടെ കണ്ടോ അടുത്തൊരു കുതിര, ആ കാണുന്ന കുതിര. അതിങ്ങനെ കയറി റോഡിൽ കൂടെ ക്രോസ് ചെയ്യും. റോഡിൽ കൂടെ ക്രോസ് ചെയ്ത് നേരെ അപ്പുറത്തിറങ്ങും. അപ്പുറത്തെ സർവീസ് റോഡിൽ ഇറങ്ങും. സർവീസ് റോഡിൽ ഇറങ്ങിയിട്ട് അവിടെ ഒരു ബ്ലാക്ക് ഒരു ഫ്ലെക്സ് ബോർഡ് കണ്ടോ, അതിന്റെയും താഴെ പോണം. അത്രയും ദൂരമുണ്ട്. അങ്ങനെ കുറെ നേരമായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക അല്ലേ വെച്ചു. അപ്പുറത്തിറങ്ങിയില്ല. എല്ലാം വന്ന് എങ്ങനെ തിരിഞ്ഞു പോകണമെന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുക. അവിടെ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ട്, എന്താണെന്ന് അറിയില്ല. ഇതേ അവിടെ കണ്ടോ കുതിരകളെല്ലാം 1, 2, 3 എല്ലാം ഇങ്ങനെ ഇവിടെ വന്നു മുകളിൽ വന്നു. ഇതാണ് തേവള്ളി കുതിര. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ വള്ളത്തിൽ കൊണ്ടുവന്ന കുതിരയില്ലേ, അതാ സംഭവം. മുകളിൽ കണ്ടോ, കണ്ടോ കാണാൻ പറ്റുമോ? പറ്റും. അമ്മാവനെ കണ്ടോ, ഇതാണ് നമ്മള് കായലിൽ കൂടെ കൊണ്ടുവരുന്ന കുതിര. കണ്ടോ അമ്മാവൻ ഇരുന്ന് ആ ഒരു കറക്കുന്ന കണ്ടോ. ഇതാണ് സംഭവം കേട്ടോ. കണ്ടോ ഇപ്പൊ ക്ലിയർ ആയി കാണാൻ പറ്റുന്നുണ്ട്, നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. അടിപൊളി. ഈ ഒരു കുതിരക്ക് മാത്രമേ ഉള്ളൂ അല്ലേ? അതെ, ഈ ഒരു കുതിരയെ കാണാൻ വേണ്ടിയാ നമ്മള് കായലിന്റെ അവിടെ പോയതല്ലേ? അതെ. ഈ ഒരു കുതിരയെ വള്ളത്തിൽ കൊണ്ടുവരുന്ന സമയത്ത് ഈ ഒരു പോർഷൻ കണ്ട, അതായത് സൂം ചെയ്ത് കാണിക്കാം. ഈ ഒരു പോർഷൻ, ഈ മഞ്ഞ, അത് കെട്ടത്തില്ല. അതിന്റെ കാര്യം എന്താണെന്നറിയാം അത് കെട്ടാത്ത? എന്താണ് പറഞ്ഞു? അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വള്ളത്തിൽ കൊണ്ടുപോകുമ്പോഴത്തേക്ക് കാറ്റ് പിടിക്കാതിരിക്കാൻ അവിടെ കെട്ടത്തില്ല. ബാക്കിയെല്ലാം കെട്ടിയുണ്ട്. അത് പിന്നെ ഇവിടെ ഇറക്കിയിട്ടാണ് കെട്ടുന്നത്. എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? പറഞ്ഞു. ഈ തേവള്ളി കുതിര കായലിൽ കൂടെ അല്ലേ വരുന്നത്? അപ്പം വയലിന്റെ അവിടെ എത്തുമ്പോഴത്തേക്കും വേറൊരു കുതിര വന്ന് സ്വീകരിച്ചുകൊണ്ടാണ് പോകുന്നത്. ഓ, അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ? അതെ. അത് മാത്രമല്ല, ആനപ്പുറത്ത് ഭഗവാനും വരും. ഓ, നമ്മൾ കുറെ നേരം കാത്തു നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിങ്ങനെ റോഡിലോട്ട് കയറിയിട്ടുണ്ട് ഒരു കുതിര. ഇനിയും ഉണ്ട്, മൊത്തം 8 കുതിരകളുണ്ട്. ഒരെണ്ണം മാത്രം ഇപ്പം റോഡിൽ കയറി. ഇനി അവിടുന്ന് തൊട്ടപ്പുറത്ത് അടുത്ത സർവീസ് റോഡിലോട്ട് കയറണം. സർവീസ് റോഡ് വഴി മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റൂ. ഇപ്പൊ ഒരു സർവീസ് റോഡിൽ നിന്ന് വന്ന് അടുത്ത സർവീസ് റോഡിൽ കയറി മാത്രമേ ക്രോസിങ് മാത്രമേ ഈ ഹൈവേ കൂടെ ക്രോസ് ചെയ്യത്തുള്ളൂ. പക്ഷെ ഒരുപാട് സമയം എടുക്കും. നമുക്ക് പോയാലോ? പോവാം. ഇവിടെ വന്നപ്പോ ഒരു ഇച്ചിരി വെട്ടം ഉണ്ടല്ലേ വെച്ചു? വലിയ വെട്ടമൊന്നുമില്ല, എന്നാലും മുഖത്ത് ഇച്ചിരി വെട്ടമുണ്ട്. അങ്ങനെ ഞാൻ വിളിച്ച് മൊത്തം ഒന്നുകൂടെ ഒന്ന് എടുത്തേക്കാം. കാണാൻ പറ്റത്തില്ല, നല്ല വെട്ടക്കുറവുണ്ട്. കാണുമ്പോ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് ഇതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഫുള്ള് പൊളിച്ചിട്ടേക്കുവാ. പഴയ ഡിവൈഡർ ആയിരുന്നു. ഇനിയിപ്പോ ഇതിന് എനിക്ക് വന്ന് പ്രശസ്തി ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനും കൂടെ ചേർത്തിട്ട് അവർ അങ്ങോട്ട് കുറച്ച് സ്ഥലം എടുത്ത് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു 2 സൈഡിലും ഒരേ കണക്ക് വീതിയാക്കും, എന്നിട്ടായിരിക്കും ഇനി ഡിവൈഡർ കിട്ടുന്നത് അല്ലേ? അതെ. അപ്പൊ ഈ ഡിവൈഡർ വേണ്ടി അല്ല, ഇത് ഇവിടുന്നേ ഇവര് ഇട്ടിനി പൊക്കത്തേ ഉള്ളൂ. ഈ സൈഡ് ഇടിച്ച് പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. വീതി കൂട്ടാനാണ് ഈ സൈഡ് സർവീസ് റോഡ് ആണ്. നോക്കി പോണം. കാര്യം എന്താ അറിയോ, പൊളിച്ചിട്ടേക്കോണ്ട, കംപ്ലീറ്റ് പൊളിച്ചിട്ടേക്കും. അതുകൊണ്ട് ഈ സൈഡിൽ കൂടെ വരുന്നത് ഭയങ്കര ഡേഞ്ചർ. അങ്ങ് പോണം. വരേണ്ടത് ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാം. അങ്ങ് അതിലേക്കൂടെ ഇറങ്ങി ഇതുവഴി ഇങ്ങനെ വന്ന് നേരെ വന്ന് അങ്ങ് പോണം. ഇവിടെയല്ല, ആ വെട്ടം കിടക്കുന്നതിന് അപ്പുറത്ത് താഴെ പോകാനുള്ളത്. സർവീസ് റോഡ് വഴി ഇവിടെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതിലേക്കൂടെ ഈ ചിറയിൽ വരണം അല്ലേ? ഈ ചിറ ഉണ്ടോ? ഈ ചിറയിൽ വന്ന് ഒരു വലത്ത് വെക്കും അല്ലേ? ഒരു വലത്തല്ലേ? അതും ഇങ്ങനെ കൊണ്ടുവന്ന് വലത്ത് വെച്ച് ബാക്കിൽ വെക്കും. പിന്നെ ഇവിടെ ആറാട്ട് നടക്കും ഭഗവാന്റെ. അത് കഴിഞ്ഞ് കഴിഞ്ഞ 3 ആന ഉണ്ടായിരുന്നു. 3 ആണെന്നുണ്ട് ആന അല്ലേ? മൂന്ന് ആന ഉണ്ടായിരുന്നു. ഇത്തവണ നമ്മൾ ആനയെ കണ്ടില്ല. ഇല്ല, അങ്ങോട്ട് പോകുന്നില്ല. നമ്മളിപ്പോ നിൽക്കുന്നിടത്ത് നിന്ന് എത്ര ദൂരെയാന്ന് നോക്കണം കേട്ടോ. കാണാൻ പറ്റുമോ? അങ്ങ് കിടക്കുകയാണ്. സൂം ചെയ്ത് കാണിച്ചു തരാം. ഒരുപാട് ദൂരെയാണ്. ഞങ്ങള് നിൽക്കുന്നതിനെക്കാട്ടിയൊക്കെ ഒരുപാട് ദൂരെയാണ്. സർവീസ് റോഡിൽ ഇറങ്ങി എനിക്ക് തോന്നുന്നു 10-10:30 കഴിയുമായിരിക്കും അല്ലേ? ഒരുപാട് താമസിക്കും മിക്കവാറും. അപ്പൊ ഇത് സർവീസ് റോഡ് വഴി ഇനി ഇവിടൊക്കെ വരുമ്പോ ഒരുപാട് സമയം എടുക്കും. നമ്മളിനിപ്പം നിൽക്കുന്നില്ല. ഇവിടെ വന്ന് ആറാട്ട് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇതിലേക്കൂടെ പോകുന്നത്. തിരിച്ചു അത് കാണാനായിട്ട് നമ്മൾ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ തിരിച്ചു കൊണ്ടുപോകുന്നത് കണ്ടില്ലല്ലേ? ഇല്ല, ഇവിടെ ഒട്ടും വെട്ടമില്ല. നമുക്ക് വീഡിയോ എടുക്കാനും പറ്റത്തില്ല. ഇവിടെ എങ്ങും ലൈറ്റ് ഇല്ല. നമുക്ക് പയ്യെ അങ്ങ് പോയാലോ? ഓക്കെ. അച്ഛനെ കാണാൻ പോലും വയ്യ, വെട്ടമില്ലാത്തോണ്ട്. അങ്ങനെ നമ്മൾ ഓടി അമ്പലത്തിന്റെ ഫ്രണ്ടിലെത്തി. നമുക്ക് താഴോട്ട് പോകാൻ പറ്റുമോ? താഴോട്ട് പോകാൻ പറ്റത്തില്ല, നല്ല ബ്ലോക്കാ. താഴോട്ടോ? നല്ല ബ്ലോക്കാ. നോക്കെ, നമുക്ക് ഇവിടുന്ന് തിരിഞ്ഞു പോകാനുള്ള ഒരു ഓപ്ഷൻ അല്ല, വേറെ ഒന്നുമില്ല. നല്ല രീതിയിലുള്ള ബ്ലോക്ക് ഉണ്ട്. ഇവിടുന്ന് ക്രോസ് ചെയ്ത് നമുക്ക് അങ്ങ് ഇറങ്ങാം.
ഏറ്റവും ബെസ്റ്റ് അങ്ങനെ നമ്മള് പോയിട്ട് തിരിച്ച് നമ്മുടെ വീട്ടിലെത്തി. ഒരുപാട് മഴയൊക്കെ നനഞ്ഞ്, ചെറിയ മഴയായിരുന്നു, വലിയ കുഴപ്പമില്ലായിരുന്നു. നമ്മൾ വിചാരിച്ച പെയ്യോന്ന് വിചാരിച്ച പക്ഷെ വേഗം പോയി. അതല്ല പ്രശ്നം, എന്താ അറിയോ, ഇതേവരെ എടുപ്പുതിര അപ്പുറത്തായില്ല. അതാ നമ്മളത് കാണാൻ വേണ്ടി അടുത്ത് ഭയങ്കര പൊടി. അത് മാത്രമല്ല എന്റെ കാല് ഇന്നൊന്നും വളഞ്ഞു, അതുകൊണ്ട് ഭയങ്കര വേദന. ഭയങ്കര ചൂട്, നിക്കാൻ വിയർത്ത് ഒലിച്ചിങ്ങനെ വരുമോ. ഇവിടെ വന്ന് നമ്മൾ അവിടെ നിന്ന് വന്നപ്പോ വീണ്ടും ചൂട് കൂടി മഴ പെയ്തോണ്ടാ. അങ്ങനെ ഞങ്ങള് അത്രയും കണ്ടിട്ട് ഇനി തിരിച്ചു വന്നു വീട്ടിൽ. അതെ, ഇനിയിപ്പോ നമുക്ക് അകത്ത് പോയി വല്ലതും കഴിക്കാം. മണി 9:45. ചിക്കൻ. അതെ 9:45 കഴിച്ചു. ഉച്ചക്ക് ചിക്കൻ കറി അല്ലായിരുന്നു, അത് കാരണം നമ്മള് പൊറോട്ട കഴിച്ചു. ഇനി പൊറോട്ടയും ചിക്കനും കഴിക്കാം. അതെ, അങ്ങനെ രാത്രി ഫുഡ് കഴിക്കാൻ പോവാണ്. എന്താണ് ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, പൊറോട്ടയും ചിക്കൻ കറി. പൊറോട്ട ഞങ്ങൾ പുറത്ത് പോയപ്പോ മേടിച്ചോണ്ട് വന്നു. പിന്നെ നമ്മളെ ചിക്കൻ കറി, അമ്മയുടെ സ്പെഷ്യൽ ചിക്കൻ കറി. അതെ, ഞങ്ങൾ സത്യം പറഞ്ഞുണ്ടല്ലോ നല്ല ക്ഷീണിച്ച് പോയിട്ട് തളർന്നുപോയി, നല്ല ചൂടും. അപ്പൊ ഇനിയിപ്പം കഴിച്ചിട്ട് വന്ന് കാണാം. ഓക്കെ.